Maxwell's reciprocal theorem. Maxwell's reciprocal theorem. ഇതിനു മുമ്പ് നമ്മൾ റെസിപ്രോക്കൽ തിയറം പഠിച്ചായിരുന്നു. റെസിപ്രോക്കൽ തിയറത്തിൽ എന്തായിരുന്നു, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് എ ഐ ജെ വിൽ ബി ഈക്വൽ ടു എ ജെ ഐ, ആ രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ റെസിപ്രോക്കൽ തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇങ്ങനെ: ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് ബോഡി, the work done by the system of forces and displacement produced by another system of forces is same as the work done by the second system of forces onto the displacement produced by the first system of forces, provided the direction of displacement for both case remains same. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു രണ്ട് സിസ്റ്റം, അതായത് ഇതുപോലെ രണ്ട് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പം ഒരു ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിക്കകത്ത് ഇതുപോലെ മൂന്ന് ഫോഴ്സസ് F1 F3 മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 2 3 ഏതൊക്കെയാണ്? Δ1 Δ2 Δ3. ഇനി അതേപോലെ തന്നെ അതേപോലത്തെ മൂന്ന് പോയിന്റിൽ വേറെ മൂന്ന് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെന്ന് കരുതുക. F1 ഡാഷ് F2 ഡാഷ് F3 ഡാഷ്. അപ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് Δ1 ഡാഷ് Δ2 ഡാഷ് Δ3 ഡാഷ് ആണെന്ന് കരുതുക. അപ്പം ഇങ്ങനെ രണ്ട് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരേ ബോഡിയിൽ രണ്ട് സിസ്റ്റംസ്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? F1 F2 F3. ഇനി സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Δ1 ഡാഷ് Δ2 ഡാഷ് Δ3 ഡാഷ്. അപ്പോൾ ഈ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സും സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു F1 Δ1 ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു F2 Δ2 ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു F3 Δ3 ഡാഷ് എന്ന് പറയുന്ന വർക്ക് ഡൺ. അത് തന്നെയായിരിക്കും സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സും ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന വർക്ക് ഡൺ. അതായത് ഹാഫ് ഇൻറ്റു F1 ഡാഷ് ഇൻറ്റു Δ1 പ്ലസ് F2 ഡാഷ് ഇൻറ്റു Δ2 പ്ലസ് F3 ഡാഷ് ഇൻറ്റു Δ3. ഇതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറയുന്നത്. അതായത് രണ്ട് സിസ്റ്റം ഇതുപോലെ പറയുന്നു, രണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സസും സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന വർക്ക് ഡൺ അത് തന്നെയായിരിക്കും എന്താണ് സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സും ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ മേക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ ഒരു വട്ടം കൂടെ നമുക്ക് നോക്കാം. For a linear elastic body, the work done by the system of forces and displacement produced by another system of forces is same as the work done by the second system of forces onto the displacement produced by the first system of forces, provided the direction of displacement for both the case remains the same. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് സെയിം ആയിരിക്കും. Δ1ൻ്റെയും Δ1 ഡാഷിൻ്റെയും Δ2ൻ്റെയും Δ2 ഡാഷിൻ്റെയും ഒക്കെ സെയിം ആയിരിക്കും. അതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ F1 F2 F3 എന്ന് പറഞ്ഞ മൂന്ന് ഫോഴ്സ് ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Δ1 Δ2 Δ3. അതുപോലെ സെക്കൻഡ് സിസ്റ്റമിൽ F1 ഡാഷ് F2 ഡാഷ് F3 ഡാഷ് എന്ന് പറഞ്ഞ മൂന്ന് ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് Δ1 ഡാഷ് Δ2 ഡാഷ് Δ3 ഡാഷ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കേസിൽ ഇപ്പോൾ നമുക്ക് ശരിക്കും വേണ്ട ഫൈനൽ റിലേഷനാണ് ടു പ്രൂവ്. ഇതാണ് ഈ പറഞ്ഞ റിലേഷനാണ്. ഇപ്പോൾ ഇതിനകത്തിപ്പം ഹാഫ് ഇല്ല, വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ ഹാഫ് ലെഫ്റ്റും റൈറ്റും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. F1 ഇൻറ്റു Δ1 ഡാഷ് പ്ലസ് F2 ഇൻറ്റു Δ2 ഡാഷ് എക്സെട്ര 3 4 5 എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം ഇറ്റ് വിൽ ബി ഈക്വൽ ടു F1 ഡാഷ് ഇൻറ്റു Δ1 പ്ലസ് F2 ഡാഷ് ഇൻറ്റു Δ2. അങ്ങനെ ആ രീതിയിൽ വരും. ശരിക്കുള്ള വർക്ക് ഡണ്ണിൽ ഒരു ഹാഫും കൂടെ ഉണ്ടാവും. അപ്പം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഹാഫ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ റിലേഷൻ കിട്ടും. അതാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് ഉള്ള ഇക്വേഷൻ, ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ Δ1
ഡെൽറ്റ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് F1 എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. 1 എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? F1 കാരണം ഉണ്ടാകുന്നത് എന്താണ്? A11 ഇൻറ്റു F1. F2 കാരണം മണ്ണിലുള്ളത് എന്താണ്? A12 ഇൻറ്റു F2. F3 കാരണം മണ്ണിലുള്ളത് എന്താണ്? A13 ഇൻറ്റു F3. അപ്പോൾ അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നതാണ് ഈ ഡെൽറ്റ 1. സിമിലർലി ഡെൽറ്റ 2 ഈക്വൽ ടു, ഡെൽറ്റ 3 ഈക്വൽ ടു, ഇതെല്ലാം ഉണ്ട്. ഇവിടെ നമുക്കിപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. അതായത് റെഡ് കളർ കൊടുത്തേക്കുന്ന ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനുമാണ്. ഇനി ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നതൊക്കെ സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിനുമാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ സെക്കൻഡ് സിസ്റ്റവും എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. സെക്കൻഡ് സിസ്റ്റത്തിൻ്റെയും 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ്. ഡെൽറ്റ 1 ഡാഷിൻ്റെ റിലേഷൻ, ഡെൽറ്റ 2ൻ്റെത്, ഡെൽറ്റ 3ൻ്റെത്. ഇങ്ങനെ നമുക്ക് റിലേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇപ്പം ആദ്യം എടുത്തേക്കുന്നത് സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. സെക്കൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സസിൻ്റെ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സെക്കൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാഷ് ഉള്ളത്, അതായത് നീല കളറിൽ കാണിച്ചിരുന്നത്, അതിൻ്റെ ഫോഴ്സസ് F1 ഡാഷ്, F2 ഡാഷ്, F3 ഡാഷ്. ഈ 3 ഫോഴ്സും ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3, ഇവ തമ്മിലും മേക്ക് ചെയ്യുന്ന വർക്ക് ഡൺ. അതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അവസാനം ഇതിനകത്ത് നിന്ന് ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമുക്ക് അവസാനം എന്താ കിട്ടേണ്ടത്? ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സും സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും, അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു F1 ഡെൽറ്റ 1 ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു F2 ഡെൽറ്റ 2 ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു F3 ഡെൽറ്റ 3 ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഇട്ടു. ഇതിനകത്ത് ഈ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 റെഡ് കളറിലാണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇതിന് മുമ്പ് എടുത്ത ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇങ്ങോട്ടേക്ക്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു റിലേഷൻ കിട്ടി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് റിലേഷൻ കിട്ടി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതായത് ഹാഫ് എല്ലായിടത്തും കൊടുത്തു, ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ F1 ഉള്ളതെല്ലാം ഒരുമിച്ച്, F2 ഉള്ളതെല്ലാം ഒരുമിച്ച്, F3 ഉള്ളതെല്ലാം ഒരുമിച്ച് ആ രീതിയിലാക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ കിട്ടി. F1 മുകളിലത്തെ 3 ടേമും F1 ആണുള്ളത് റെഡ് കളറിലെ, രണ്ടാമത്തെ F2, മൂന്നാമത്തെ F3, ആ രീതിയിൽ വന്നു. ഇനി ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ തിയറം, അതിൽ A31 = A13, A23 = A32, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഈ A21 പകരം A12 ആക്കാം, A31 A13 ആക്കാം. ഇതെല്ലാം ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് F1, F2, F3 കോമൺ എടുക്കാം. അങ്ങനെ കോമൺ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇപ്പോൾ F1 ഇൻറ്റു ഒരു ടേം, F2 ഇൻറ്റു ഒരു ടേം, F3 ഇൻറ്റു ഒരു ടേം. ഈ F1 ഇൻറ്റു ആ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഡെൽറ്റ 1 ഡാഷ്. രണ്ടാമത്തെയാണ് ഡെൽറ്റ 2 ഡാഷ്, ഡെൽറ്റ 3 ഡാഷ്. അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് കിട്ടുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൂഫ് ഫോർ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം.